വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം യെശയ്യാപ്രവചനം 24:5 മുതൽ 6 വരെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. ഭൂമിയെ ദൈവം ശൂന്യമാക്കും എന്ന് എന്തുകൊണ്ടാണ് അരുളി ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഭൂമി എന്തുകൊണ്ടാണ് ശാപിതമായത് എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. അവിടെ പറയുകയാണ്, 24:5 പറയുകയാണ്, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ശാപിതമായത്? എന്തുകൊണ്ടാണ് ദൈവം അതിനെ ശപിച്ചത്? ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അതിൻ്റെ 1-ാമത്തെ വചനം 24:1 പറയുകയാണ്, യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. അപ്പം ദൈവം ഭൂമിയെ ശൂന്യമാക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ജനം ഭൂമിയെ മലിനപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ 6-ാം വചനം കൂടി വായിക്കുമ്പോൾ, അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ശാപിതമായത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ പ്രമാണങ്ങളെ ലംഘിച്ചു. ഭൂമി മലിനപ്പെടാൻ കാരണം അതിൽ വസിക്കുന്ന ജനം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടത്തെ മറിച്ചു, നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അപ്പം നിത്യമായ നിയമമാണ് ദൈവം തന്നിരിക്കുന്നത്. ആ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ഭൂമിയെ ശപിച്ചു. അപ്പോൾ ശാപിതമായ ഭൂമിയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്താണ്? അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കഷ്ടത, രോഗം, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ അലട്ടപ്പെടുന്ന അവസ്ഥകൾ ഈ ഭൂമി ശാപിതമായതുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആരെല്ലാമാണ് ശാപിതമായത്, ആരെല്ലാമാണ് ശപിക്കപ്പെട്ടത് എന്ന് 2-ാം വചനം തൊട്ട് വായിക്കുമ്പോൾ നമുക്കതിൽ കാണാം. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും. ഭൂമിയിലെ ഒരു മനുഷ്യൻ പോലും ദൈവിക നിയമത്തിനൊത്തവണ്ണം ജീവിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം ഭൂമിയെ ശപിച്ചു. പുരോഹിതന്മാരും ജനവും ദാസന്മാരും ദാസിമാരും എല്ലാം വാങ്ങുന്നവനും വിൽക്കുന്നവനും പലിശയ്ക്ക് കൊടുക്കുന്നവനും എല്ലാം ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവിക നിയമവും പ്രമാണങ്ങളും പാലിക്കുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ സഹായിക്കണമേ. ശാപിതമായ ഭൂമി നീങ്ങിപ്പോകുമ്പോൾ കർത്താവിൻ്റെ പുതിയ ഭൂമിയിലേക്ക് എനിക്കും കടന്നു വരുവാൻ തക്കവണ്ണം എന്നെ ഒരുക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.